അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനിതാ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും 1/4 കപ്പ് റൈസുമാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ 6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. പച്ചരി എന്ന് പറഞ്ഞാൽ നോർമൽ പച്ചരിയാണ്. പിന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസൊക്കെ വെച്ച് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനും സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ റൈസ്, വെള്ളം, പിന്നെ സ്വല്പം ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടപ്പത്തിരി എന്ന് പേരുണ്ടെങ്കിലും ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്, നമ്മുടെ ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലൊക്കെ. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചില നാടിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് കേട്ടോ. പിന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് അരച്ചെടുത്ത പാടിനെ ചുട്ടെടുക്കുകയും ചെയ്യാം. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളാണ്, ടേസ്റ്റാണ്. പുറത്തൊക്കെ നല്ല ക്രിസ്പിയായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പം പല കറികൾ കൂട്ടിയിട്ട് കഴിക്കാം, ചുമ്മാ കഴിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ ഡിന്നറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അങ്ങനെ ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് മാവ് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയല്ല, ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പൊങ്ങിയിട്ടില്ലെങ്കിൽ മാവ് നന്നായിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരു മീഡിയം തിക്കിൽ അരച്ചെടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മൂപ്പിച്ചെടുക്കാം. നല്ല വെള്ള കളർ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കോരിയെടുക്കാം. സാധാരണ മുട്ടപ്പത്തിരിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ബീഫ് വരട്ടിയ കറിയാണ് കേട്ടോ. നല്ല തിക്കായിട്ട് വരട്ടിയെടുത്ത കറിയാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ മട്ടനായാലും മീനായാലും എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചിക്കൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, ചുമ്മാ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചെയ്ത് നോക്കാത്തവർ, ഇതുവരെ കഴിക്കാത്തവർ ഇതൊന്ന് കഴിച്ച് നോക്കുക. ഇത് ചുമ്മാ ഞാൻ പറഞ്ഞില്ല, ഈവനിങ് ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പത്തിരിയാണ്. കാണുന്ന പോലെയല്ല, പിന്നെ വളരെ സിമ്പിളാണ്. അതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റാണ്. ചുമ്മാ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറിയുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കണ്ടത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായിട്ടോ പുതിയ വ്ളോഗുമായിട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.